തൃപ്പൂണിത്തുറ പുതിയകാവിൽ വെടിമരുന്ന് പൊട്ടിത്തെറിച്ച് ഉണ്ടായ അപകടത്തിൽ ഒളിവിലായിരുന്ന 12 പ്രതികൾ കൂടി കീഴടങ്ങി. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയും തള്ളിയതോടെയാണ് കീഴടങ്ങൽ. ആദിത്യൻ ഓമനക്കുട്ടനുണ്ട് വിശദാംശങ്ങളുമായി. ആദ്യ വിവരങ്ങൾ. അനശ്വര, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12-നാണ് നാടിനെ നടുക്കുന്ന ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടാവുന്നത്. തൃപ്പൂണിത്തുറയിൽ ചൂരക്കോട് ഈ വെടിക്കെട്ട് വെടിമരുന്ന് ശേഖരിച്ചു വെക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് ഈ അപകടം ഉണ്ടായത്. ഒരു ടെമ്പോ ട്രാവലറിൽ ശേഖരിച്ചു വെച്ചിരുന്ന വെടിക്കെട്ട് മരുന്നുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അങ്ങനെ 2 പേർ മരിക്കുകയും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തൊരു വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇതിൽ നിരവധി പേർക്കെതിരെ കേസെടുക്കുകയും, അതായത് ഈ വെടിക്കെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കരയോഗം ഭാരവാഹികൾ, ദേവസ്വം ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഈ കരാറുകാരൻ എന്നിങ്ങനെ നിരവധി പേർക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ ഇതിൽ കുറച്ചുപേരെ മാത്രമേ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. അതേ തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വെടിക്കെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇവരെല്ലാവരും തന്നെ, ഈ പ്രതിപട്ടികയിലുള്ളവരൊക്കെ തന്നെ ഈ ഹൈക്കോടതികളെ സമീപിക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇതിന് ആദ്യഘട്ടം എന്ന രീതിയിൽ പോലീസ് ഈ കരാറുകാരനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം കരയോഗം ഭാരവാഹികളെയും ദേവസ്വംകാരും അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇന്ന് 12 പേർ കൂടി കീഴടങ്ങിയതോടെ ഈ കേസിൽ എല്ലാ പ്രതികളും അറസ്റ്റിലായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്നത്. അതായത് തൃപ്പൂണിത്തുറ ചൂരക്കോട് ഉണ്ടായ വെടിക്കെട്ട് അപകടമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളും ഇപ്പോൾ നിയമത്തിന് മുന്നിൽ 12 പ്രതികൾ കൂടി കീഴടങ്ങിയതോടെ എല്ലാവരും ഈ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്.